വേണു, സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് പുൽപ്പള്ളിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1 മണിക്കൂറായി വലിയ രീതിയിൽ പല രൂപത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ കടുവ കൊന്ന പശുവിനുമായി ആളുകൾ ഇവിടെ എത്തിയിരുന്നു. ആ പശുവിനെ ഇപ്പോൾ വനംവകുപ്പ് വാഹനത്തിന് മുകളിൽ കയറ്റി വെച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയാണ്. ആദ്യഘട്ടത്തിൽ വനംവകുപ്പ് ജീവനക്കാർ ഇവിടെ നിന്നും തിരികെ പോകാൻ തയ്യാറാകാതെ വന്നതോടെ അവരോട് ജനങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. വാഹനം ഏതാണ്ട് ഭാഗികമായി തകർത്തിരുന്നു. അതിന് പിന്നാലെ റീത്ത് വെച്ചു. അതായത് വാഹനത്തിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ തെറി പറഞ്ഞു. അതുകൂടെ പറ, എന്താ പറഞ്ഞു അവര് വെള്ളം എടുത്തത് തെറി പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളുടെ വേണു, ജനങ്ങൾ പറയുന്നത് ഫോറസ്റ്റ് ജീവനക്കാരോട് വാഹനം എടുത്ത് മാറ്റാൻ പറഞ്ഞു. പക്ഷേ വേണു, ജനങ്ങൾ പറയുന്നത് വനം വകുപ്പ് ജീവനക്കാരോട് വാഹനം ഇവിടെ നിന്ന് എടുത്തു മാറ്റാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവനതിന് തയ്യാറായില്ല. മാത്രമല്ല, ജനങ്ങളോട് മോശമായി ജനങ്ങളോട് മോശമായി സംസാരിച്ചു. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രതിഷേധം ജനങ്ങൾ രേഖപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. അതോടൊപ്പം വനം വകുപ്പ് ജീവനക്കാർ മദ്യപിച്ചതായുള്ള ആരോപണം കൂടി നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. കൃത്യമായ പരിശോധന, അതായത് മദ്യപിച്ചോ എന്ന് കണ്ടെത്താൻ കൃത്യമായ പരിശോധന നടത്തണമെന്നും പുൽപ്പള്ളിയിലെ നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നമ്മൾ ഏറ്റവും ഒടുവിൽ കാണുന്നത് ഇന്ന് രാവിലെ കടുവ ആക്രമിച്ച പശുവിനെ ഇവിടെ എത്തിച്ചിരുന്നു. 56 എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് കടുവ പശുവിനെ കൊന്നത്. ആ പശുവുമായി ഇവിടെ എത്തി. അതിനുശേഷം വനം വകുപ്പിന്റെ ജീപ്പിന് മുകളിൽ കയറ്റി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാഹനം ഭാഗികമായി തകർത്തു. അതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കാം, പ്രതിഷേധം വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും? വലിയ രീതിയിലല്ല, ഇതിനും കൂടുതലാവുകയുള്ളൂ, ഇനി കുറയില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സാധ്യത ഇപ്പം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജീവനും സ്വത്തിനും ഞങ്ങൾക്ക് സംരക്ഷണം വേണം. അതുകൊണ്ട് മാത്രമുള്ള ആരോടും ഞങ്ങൾ വിദ്വേഷമോ വൈരാഗ്യമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഞങ്ങൾക്ക് ഗ്യാരണ്ടി സർക്കാർ തന്നേ പറ്റൂ. ആ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ജീവൻ കളയാൻ വരെ ഞങ്ങൾ തയ്യാറാണ്. ഇത് കണ്ടോ കിടക്കുന്നത്? ഒരു കുടുംബത്തിൻ്റെയാണത്. പൈസ ഇല്ലാഞ്ഞ് ഞാൻ എൻ്റെ കാശ് കൊണ്ട് വാങ്ങിയത്. കാശ് ഇനിയും കൊടുത്തിട്ടില്ലേ? ഞാൻ 3 ദിവസം ഞങ്ങളെ വിളിച്ചു പറഞ്ഞതാ, ലോൺ എടുത്തോട് ഇനി പൈസ കൊടുത്തിട്ടില്ല. ഇതിന് ഒരു കല്യാണത്തിന് വേണ്ടി വാങ്ങിയിട്ടതാ. പക്ഷെ ഇതിനെന്താ ചെയ്യണ്ടേ? എന്നാ ഇന്നലെ 3 ദിവസം കടയോടിയുണ്ട്, വിളിച്ചറിയിച്ചു. അവരൊന്നും കൂടുതൽ ഒന്നും ചെയ്തിട്ടില്ലേ? ഇതെന്താ ഇതൊക്കെ ചെയ്യുന്നേ? നിങ്ങൾ പലതവണ ഈ കടുവ ഈ പ്രദേശത്തുണ്ടെന്നുള്ള ഞാൻ പറയാം. കഴിഞ്ഞ 6-ാം തീയതി കടുവ ഉണ്ടെന്ന് പറഞ്ഞ് രാത്രി 11 മണിക്ക് ഞാൻ പോർച്ചാരെ വിളിച്ചാണ്. ഞങ്ങളുടെ 2 കൂട്ടുകാർ കണ്ടിട്ട് വിളിച്ചാണ്. അവർ പറഞ്ഞു ഇപ്പം വരാമെന്ന് പറഞ്ഞു. ഇന്ന് വരെ അവർ വന്നിട്ടില്ല. ഈ ഒരു പശുവിനെ പിടിക്കുന്നിടം വരെ അവർ നോക്കിയിരിക്കുകയാണ്. അവർ ഒരു പ്രൊട്ടക്ഷൻ തരുന്നില്ല. എൻ്റെ അനി ഇന്നലെ കണ്ടു, കടുവനെ കണ്ടിട്ട് അവൻ വിളിച്ചു പറഞ്ഞിട്ട് അവന് ഒരു റെസ്പോൺസിബിൾ അവർ കൂടി വയ്ക്കില്ല. അവർ വന്ന് നോക്കില്ല, ഒരു ഇതുകൂടി കൊടുത്തിട്ടില്ല. ഈ ഒരു ഇതിങ്ങനെ സംഭവം ഉണ്ട്, നമ്മളെ ശ്രദ്ധിക്കണം പറഞ്ഞ് ഒരു ഇതുകൂടി കൊടുത്തിട്ടില്ലേ? മുമ്പ് എന്നെ എൻ്റെ സാധനം ഇതിനു മുമ്പ് എൻ്റെ വീട്ടിലെ ഓടി മുഴുവൻ കുരങ്ങെടുത്ത് വന്നപ്പോൾ അവർ പറഞ്ഞെന്തറിയോ? കർഷക പോയി പറഞ്ഞ് കേസ് കൊടുത്താൽ നിനക്ക് വല്ലതും കിട്ടുമെന്ന്. അവർ ഒന്ന് നോക്കി കൂടുതൽ നമുക്കൊന്നും പറയാനില്ല, വേറൊന്നും പറയാനില്ല. ഞങ്ങളെ തന്നെ കൊന്നാല് ഞങ്ങൾ അതിനെ കൊല്ലും. എന്നിട്ട് ഞങ്ങൾ ജയിലിലാണ്, ജയിലിൽ പോകാൻ തയ്യാറാ. ഞങ്ങൾ ഫോഴ്സ് വേണ്ട, പോലീസ് വേണ്ട, ഞങ്ങളെ കൊല്ലും. വേറെ വർത്താനമില്ല. ഫോഴ്സും വേണ്ട, പോലീസും വേണ്ട, ഞങ്ങൾ അതിനെ കൊല്ലും. ഒന്നും വേണ്ട, കൊന്നു കളഞ്ഞാൽ മതി. കടുവമാരൊക്കെ എന്തിനാ വെച്ചോണ്ടിരിക്കണേ? അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ബലിയാടാവും. അല്ല, ഞാൻ ബലിയാടാവും. ഞാൻ മാത്രം എന്റെ ഭാര്യ ഒരുമിച്ച് റബ്ബർ വെട്ടാൻ പോകുന്നത്. ഞങ്ങളുടെ ചെലവ് ഭക്ഷണം അതാണ്. പുൽപ്പള്ളിയിൽ വലിയ ജനരോഷമാണ്. പോളിന്റെ മൃതദേഹവുമായി തുടങ്ങിയ പ്രതിഷേധം പല രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടുകാർ തിരിഞ്ഞു, പോലീസിനെതിരെ നാട്ടുകാർ തിരിഞ്ഞു. തങ്ങളെ സംരക്ഷിക്കാൻ ആരുടെയും ആവശ്യമില്ല എന്ന് പറഞ്ഞ് നാട്ടുകാർ ഒന്നടങ്കം തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. അരുൺ പാറയ്ക്കലും വിവരങ്ങളുമായി ചേരുന്നു പുൽപ്പള്ളിയിൽ നിന്ന്. അരുൺ, എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? Ready?
അതീവ ഗുരുതരമായി മാറിയിരിക്കുന്നു. ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇവിടെ നാട്ടുകാർ നീങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. നമ്മളിപ്പോൾ നിൽക്കുന്ന പുൽപ്പള്ളി ടൗണിലാണ്. പുൽപ്പള്ളി ടൗണിൽ പോളിന്റെ മൃതദേഹത്തിനൊപ്പം തന്നെ ഈ വയനാട് 56-ൽ കടുവ കടിച്ചു വന്ന കാളക്കുട്ടി കൂടി എത്തിയിരിക്കുന്നു. നാട്ടുകാർ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ്. പോലീസിനെതിരെയും അതുപോലെ തന്നെ വനംവകുപ്പിനെതിരെയും ശക്തമായ പ്രതിഷേധം പ്രത്യേകിച്ച് ഇവിടെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ജില്ലാ കളക്ടറും CCF-ഉം ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ഈ കാര്യങ്ങളെല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. നേരത്തെ വയനാട് ജില്ലയിൽ അജീഷിന്റെ മരണം ഉൾപ്പെടെ, അതായത് പടമലയിൽ കടുവ ഇറങ്ങിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിട്ടും ജില്ലാ കളക്ടർ, വയനാടിന്റെ കളക്ടർ ഇതുവരെയും ഇവിടേക്ക് എത്താൻ തയ്യാറായിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരന്തരമായി അവർ ഉന്നയിച്ചിരുന്നു. പുൽപ്പള്ളി സുരഭിക്കവലയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തി വനംവകുപ്പിനെ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടും അവർ 1 മാസത്തിന് ശേഷം മാത്രമാണ് അതിൽ ആ കടുവയ്ക്ക് മയക്കുവെടി വെക്കാനുള്ള ഒരു ഉത്തരവിറക്കാൻ തയ്യാറായത്. അത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ പുൽപ്പള്ളി സുരഭിക്കവലിൽ വെച്ച് നാട്ടുകാർ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഫോറസ്റ്റ് റേഞ്ചറെ തടഞ്ഞതിന് ശേഷമാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കാൻ വനം വകുപ്പ് തയ്യാറായത്. അങ്ങനെയുള്ള ആവശ്യങ്ങൾ നിരന്തരമായി ജനങ്ങൾ ഇത്തരത്തിൽ പ്രതികൂലമായ ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് വയനാട് ജില്ല കാർഷിക മേഖലയാണ്, കൃഷി ഉപജീവനമാക്കിയ ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രാവിലെ പുലർച്ചെ മുതൽ തന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ രാവിലെ 10 മണിവരെ വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് വയനാട്ടിലുള്ളത്. വൈകിട്ട് 3 മണിക്ക് ശേഷം കാട്ടാനയും കടുവയും ഒക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്ന, അതായത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാഴ്ചകളാണ് കാണുന്നതെന്നാണ് ജനങ്ങൾ പറയുന്നത്. നിരവധി ജീവനുകൾ ഇതുവരെ വന്യമൃഗങ്ങൾ അപഹരിച്ചു കഴിഞ്ഞു. പക്ഷേ നഷ്ടപരിഹാരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ വാഗ്ദാനങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്നു എന്ന ആരോപണം ഇപ്പോൾ ഈ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പുൽപ്പള്ളി ടൗണിൽ കാണുന്ന കാഴ്ച, കടുവ കടിച്ചു കൊന്ന കാളയെ കൂടി ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ. ഇത് പശുവാണ്, കാള വേറെയാണ്. ആനയെ ആട്ടുകാട്ട് കാണാത്ത പശുവിനെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. പശുവിനെ ഇവിടെ ഈ പ്രതിഷേധക്കാർ ഇവിടേക്ക്